ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് ഫ്രം ജിദ്ദ. എൻ്റെ അടുത്ത് സ്ക്രീനിൽ ഒരാളെയും കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഹാപ്പിയാണെന്ന് എനിക്കറിയാം. ഒരു ഫീഡ്ബാക്കും കൂടെയാണ് വരുന്നത്. ഇന്ന് ഞാൻ ഫീഡ്ബാക്ക് തരുന്നത് നമ്മുടെ നീമത്തുന്നീസ ടീച്ചർ അൽക്കോബാറിലെ ബ്രിട്ടീഷ് സ്കൂളിൽ മാത്തമാറ്റിക്സ് ടീച്ചറായിട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ ടീച്ചർ ആദ്യം CBSE സ്കൂളിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അവിടുന്ന് നമ്മുടെ ട്രെയിനിങ് ഹൗ ടു ബിക്കം എടുത്തിട്ടുണ്ട്, മാസ്റ്ററിങ് IG ഒക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ആള് ആദ്യം ചെറിയ ക്ലാസ്സിൽ ഇവിടെ വർക്ക് ചെയ്യായിരുന്നു CBSEയിൽ. അവിടുന്ന് ബ്രിട്ടീഷിലേക്ക് നമ്മുടെ നിമുത്തിനിസ ടീച്ചർക്ക് കിട്ടി. 1 വീക്ക് ആയിട്ടുണ്ട് ആൾക്ക് ജോബ് കിട്ടിയിട്ട്. നമ്മുടെ കുറേ ടീച്ചേഴ്സ് ഉണ്ട്, ജോബ് കിട്ടിയാലും പിന്നെ അവർക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ടാവും അല്ലേ. നമ്മൾ പുതിയൊരു അറ്റ്മോസ്ഫിയറിലേക്ക് കയറുകയാണ്, പിന്നെ ഓരോ കാര്യങ്ങൾ പഠിച്ച് കയറുകയായിരിക്കും അവർ. അപ്പോൾ ഇന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, 1 വീക്കായി എനിക്ക് ജോബ് കിട്ടിയിട്ട് ഇനി ഞാൻ കരിയർ ജേണി ഒന്ന് എനിക്ക് ഇരിക്കണം, മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ ആവട്ടെ എന്ന്. ആള് മാത്തമാറ്റിക്സ് ടീച്ചറാണ്. അപ്പം ഞാൻ കുറേ സമയം എടുക്കുന്നില്ല, ആ ഒരു ജേണി നിങ്ങൾ ശരിക്കും കേൾക്കുക. ആള് നമ്മുടെ സൗദി അറേബ്യയിൽ വന്നിട്ട് എങ്ങനെയാണ് വർക്കിങ്ങിലേക്ക് പോയത്, ഇപ്പം എങ്ങനെയാണ് ബ്രിട്ടീഷ് സ്കൂളിലേക്ക് എൻട്രി ചെയ്തത്, ബാക്കി വേറെയും കുറച്ച് കാര്യങ്ങൾ ടീച്ചർക്ക് പറയാണ്ടാവും. എല്ലാം കേൾക്കുക. അപ്പം നമുക്ക് റഹ്മത്തുന്നീസ ടീച്ചർ അടുത്ത് പോവാം. ടീച്ചർ ഒന്ന് കരിയർ ജേണി പറയും. സൗദി ഗുഡ് അറേബ്യയിൽ മോർണിംഗ് മാം. വന്നത്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഓക്കെ, ഞാനിപ്പോ 2 വർഷമായി ഇപ്പോ സൗദിയിൽ എത്തിയിട്ട്. 1 വർഷം CBSE സ്കൂളിൽ വർക്ക് ചെയ്തു. പിന്നെ അത് നന്നായിട്ട് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ആണ് ഞാൻ ഒരു ബ്രിട്ടീഷ് സ്കൂളിൽ പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായത് എങ്ങനെയാന്ന് വെച്ചാല്, ഫസ്റ്റ് ഞാൻ ഇതേപോലെ യൂട്യൂബിൽ വീഡിയോ കാണുമ്പോൾ മുനീറ മാമിന്റെ വീഡിയോ കാണാൻ ഇട വന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഓരോ സാറ്റർഡേയ്സിലൊക്കെ ഇങ്ങനെ ഫ്രീ ക്ലാസ് ഇങ്ങനെ വരും. അപ്പൊ അത് കണ്ടു. അതിന് ഫസ്റ്റ് കണ്ടപ്പോ ഒന്നും തോന്നിയൊന്നുമില്ല, പക്ഷെ വാച്ച് ചെയ്ത് എന്തൊക്കെയോ ഒന്ന് കിട്ടി. അതേപോലെ ഓരോ വീഡിയോ ഒന്നും കിട്ടും. പിന്നെ ഞാനത് അതുവരെ വിചാരിച്ച CBSE സ്കൂളിൽ തന്നെ നിൽക്കാം. പിന്നെയാണ് ഇങ്ങനെയൊക്കെ ഒരു സ്കൂൾ ഇവിടെ ഉള്ളെന്ന്. മറ്റേത് ആ ബോർഡ് കാണുമ്പോൾ തന്നെ നമുക്ക് അങ്ങോട്ട് എൻട്രി ചെയ്യാൻ പറ്റുമോ, എൻട്രി ചെയ്യണോ എന്നുള്ള ഒരു ഇതാ, എങ്ങനെയാ ചെയ്യാ. പക്ഷെ ഈ വീഡിയോ കണ്ടപ്പോൾ അതിന്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കിട്ടി. അപ്പൊ നമുക്ക് അന്ന് ട്രൈ ചെയ്താലോ എന്നുള്ളത്. പിന്നെ നമ്മൾ അങ്ങനെ മെയിൽ ചെയ്ത് CV ഒക്കെ ഒന്ന് മെയിൽ ചെയ്ത് കൊടുത്തു. പിന്നെ അപ്പൊ ഇവിടുന്ന് ഓൾറെഡി നമുക്ക് CBSE സ്കൂളിൽ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും. എങ്ങനെയാണെങ്കിലും ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ വെറുതെ നിൽക്കുന്നേക്കാളും ട്രൈ ചെയ്തിട്ട് നമ്മൾ കിട്ടിയതാണല്ലോ, വെറുതെ അല്ലേ കിട്ടുക. പക്ഷെ അപ്പൊ അവിടെ പോയി കഴിഞ്ഞപ്പം ഇന്റർവ്യൂ വിളിച്ചു, ഇന്റർവ്യൂവിന് വരാൻ പറഞ്ഞു. അങ്ങനെ ഇന്റർവ്യൂവിന് ചെന്നു. അപ്പോഴും നമുക്ക് എന്താണ്, ഈ ക്ലാസ് കിട്ടുന്നതോടുകൂടി ഈ ഫ്രീ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയും. പിന്നെ ഹൗ ടു ബിക്കം ആൻ ഇന്റർനാഷണൽ ടീച്ചർ എന്നുള്ള ഒരു കോഴ്സും കൂടി ചെയ്തു. അതിൽ കംപ്ലീറ്റ് ടിപ്സ് നമ്മൾ കാണുമ്പോൾ വിചാരിച്ചു സിമ്പിൾ ആണ്, പക്ഷെ എല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ ഒരു നല്ലൊരു നമുക്കൊരു ക്ലാസ്സിനുള്ള ഒരു എങ്ങനെ ഡെമോയിൽ പോകണം, എങ്ങനെ ഇന്റർവ്യൂ കോൾ അറ്റൻഡ് ചെയ്യണം, എല്ലാം മീൻസ് എങ്ങനെയാ നമ്മളൊരു മൈൻഡ് ഫസ്റ്റ് തന്നെ പിന്നെ എന്താ പറയാ മോഡൽ ആക്കി എടുക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അങ്ങനെ നമ്മൾ പെർഫെക്റ്റ് ടീച്ചർ ആയ പോലെ തോന്നും. പിന്നെ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. അപ്പൊ നമ്മൾ ആ ഇന്റർവ്യൂവിന് പോകുക. അപ്പൊ അവര് നമ്മളെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് ഈ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്ക് നമ്മളെ ഇംപ്രസീവ് ആവും. അങ്ങനെ ഒരു തോന്നലുണ്ട്. അപ്പൊ നമുക്കൊരു കോൺഫിഡൻസ് വരും. എങ്ങനെ കിട്ടിയെന്നുള്ളത് നമ്മൾ ആ ക്ലാസ്സിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മാത്രമേ മനസ്സിലാവൂ. ഓക്കെ, അങ്ങനെ ഞാൻ ആ ഇന്റർവ്യൂല് അറ്റൻഡ് ചെയ്തു. CBSE സ്കൂളിൽ എത്ര വർഷമാണ് വർക്ക് ചെയ്തത്? CBSE സ്കൂളിൽ 1 ഇയർ കംപ്ലീറ്റ് ചെയ്തു. 1 1 ഇയർ ഇയർ കംപ്ലീറ്റ് കംപ്ലീറ്റ് വർക്ക് ചെയ്തു. എന്നിട്ട് പിന്നെ നമ്മൾ മെജൂസ് പാർക്കിന്റെ ട്രെയിനിങ് ഒക്കെ എടുത്തിട്ട് ബ്രിട്ടീഷിലേക്ക് പോവാണ്. ആ ബ്രിട്ടീഷിലേക്ക് ഒരു മാറ്റം, CBSE സ്കൂളിൽ നിന്നും ബ്രിട്ടീഷിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയത്? മാറ്റങ്ങൾ വരുത്തി എന്ന് പറഞ്ഞാൽ നമുക്കത് പറയുമ്പോ ഇങ്ങനെ പറഞ്ഞു ഡ്രസ്സില്ല. കൊടുക്കാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ്. നമ്മൾ ഈ വീഡിയോ കണ്ടപ്പോഴാണ് നമുക്ക് ആഗ്രഹം തന്നെ ഉണ്ടായത്. പക്ഷെ അതേപോലെ ഓരോ ചെറിയ ചെറിയ പക്ഷെ മാറ്റം വരുത്തിയത് എന്താണ്, വളരെ അധികം. നേരെ മറിച്ച് ഇത് കാണാതെ ഞാൻ CBSE സ്കൂളിൽ നിന്ന് അങ്ങോട്ട് പോയിക്കാണെങ്കിൽ ഉറപ്പാ നമ്മൾ സാധാ ഇതിൽ അങ്ങനെ പോകും. ഇപ്പൊ നമ്മൾ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ CBSE സ്കൂളിൽ വരുമ്പോ തന്നെ ഒരുപാട് ചേഞ്ചസ് നമുക്ക് വേണം, അല്ലാതെ ഒരിക്കലും കിട്ടൂല. നാട്ടിൽ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ CBSE ആണ്, അവിടെയും CBSE ഇവിടെയും ഒരിക്കലും നമുക്ക് ഇത് വരില്ല. പക്ഷെ അവിടെയും ഇതേപോലെ ഒരു എക്സ്പീരിയൻസ് വേണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റിടത്തേക്ക് പോകുമ്പോൾ എൻറ്റയർലി ചേഞ്ച് ആണ്, കംപ്ലീറ്റ് ചേഞ്ച് ഉണ്ട്. ഇതേപോലെ ഒന്നും പക്ഷെ അത് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ചേഞ്ച് ആണെന്ന് പറഞ്ഞാൽ ആർക്കും പറ്റാത്തതല്ല. ഈ വീഡിയോ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, വീഡിയോ അതേപോലെ എല്ലാ ക്ലാസ്സും സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ തന്നെ മതി ഫസ്റ്റ്. അപ്പൊ നമുക്കൊരു അതിനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടും. ഇനി നാട്ടിലെ സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ?
നാട്ടില് എക്സ്പീരിയൻസ് ഉണ്ട്. നാട്ടില് CBSE സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇത് വീഡിയോ കാണുന്നവർക്ക് ചിലപ്പോൾ അവർക്ക് CBSEയിലേക്കും പോകണമല്ലോ. ചില ടീച്ചേഴ്സ് CBSEയിലാവും പോവാം. നാട്ടിലെ സ്കൂളിൽ നിന്നും ഗൾഫിലെ CBSE സ്കൂളിലെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു. CBSE to CBSE ഒരു ഡിഫറൻസ് ഒന്ന് പറയൂ. നാട്ടില് നമ്മൾ CBSE വരുമ്പോ കറക്റ്റ് സിലബസ് ഓക്കെയാണ്. പക്ഷെ എന്നാലും വേ ഓഫ് ടീച്ചിങ് എന്ന് പറഞ്ഞ പിന്നെ ഒന്നാമത് ടൈം തന്നെ ചേഞ്ച്. നാട്ടിലെ ടൈം അല്ല. അപ്പൊ അതിനുള്ള ഒരു ഹാർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് വരും. അപ്പൊ അതും നമ്മൾ എന്താ അത് ക്യാച്ച് ചെയ്തിട്ട് നമുക്ക് ഉറപ്പ് അത് ചെയ്യാൻ പറ്റും. പിന്നെ അല്ലാത്ത പ്രശ്നങ്ങളല്ല. ആ ഒരു ടൈമിങ്ങും ടീച്ചിങ് മെത്തേഡൊക്കെ കുറച്ചൊരു കുട്ടികളും തമ്മിലുള്ള ഒരു വെറും കേരളക്കാരല്ല, ആ ഒരു ഡിഫറൻസ് അല്ലേ? അല്ലെ? ഇനി ഇവിടുത്തെ CBSE സ്കൂളിൽ നിന്നും ബ്രിട്ടീഷിലേക്ക് വരുമ്പോൾ ഡ്രസ്സിങ് മാറ്റിയിട്ടുണ്ട്. എന്തായാലും അറിയാം, ഡ്രസ്സിങ് മാറ്റാതെ നമുക്ക് പറ്റില്ല അല്ലെ? ആ ഒരു ചുരിദാറതി എന്നൊക്കെ മാറി. അതല്ലാതെ ഒരു CBSEയിൽ നിന്നും ബ്രിട്ടീഷിലേക്ക് പോകുമ്പോൾ ഒരു ഡിഫറൻസ്, വർക്ക് ലോഡ്, മറ്റു കാര്യങ്ങളൊക്കെ എന്താണ് തോന്നിയത്? CBSE നമ്മള് ബ്രിട്ടീഷിലേക്ക് പോകുമ്പോ അത് എങ്ങനെയാണെങ്കിലും ഒരു ഇന്റർനാഷണൽ എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ലെവൽ തന്നെയാണ്. കംപ്ലീറ്റ് ചേഞ്ച്, ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് അവിടെ. CBSE എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെങ്കിലും നമ്മൾ ആ നാട്ടിലെ പോലെയുള്ള ഒരു ഇത് നമ്മൾ ഇന്ത്യൻ എന്നുള്ള ഇത് ഇവിടെ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ചേഞ്ച്. അപ്പൊ അതേപോലെ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് അതാവും. അതാവാനുള്ള ഒരു ടിപ്സ് ആണ് നമ്മൾ ഇത് കിട്ടിയത്. അപ്പൊ ആർക്കും ഞാൻ മാറിയെങ്കിൽ എല്ലാവർക്കും പറ്റും എന്നാണ് എനിക്ക് വിശ്വാസം. അങ്ങനെ തന്നെയാണ്. ഓക്കെ. വർക്ക് ലോഡ് എങ്ങനെയാണ് CBSEയിൽ? ഇവിടെ ഇപ്പൊ കിട്ടിയ ചില സ്കൂളിൽ നമുക്ക് ഫസ്റ്റ് നല്ല വർക്ക് ലോഡ് ഉണ്ടാവും. എന്നാലും CBSEയിൽ നിന്നും ഇവിടുത്തെ ഗൾഫിലെ CBSE സ്കൂളിൽ നിന്ന് ബ്രിട്ടീഷിലേക്ക് പോകുമ്പോൾ വർക്ക് ലോഡ് ഭയങ്കര കൂടിയോ അതോ കുറഞ്ഞോ, റിലാക്സ്ഡ് ആയിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ സ്കൂളിൽ എങ്ങനെയാണ് വരുന്നത്, നിങ്ങളുടെ ബ്രിട്ടീഷ് സ്കൂളിൽ? എന്നെ സംബന്ധിച്ചിടത്തോളം CBSEയിൽ എന്ന് പറഞ്ഞാൽ നല്ല വർക്ക് ഉണ്ട്. പക്ഷെ അതും ഇവിടെ ഉണ്ട്. അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ചെറിയൊരു ചേഞ്ച് ഉള്ള. അപ്പൊ അതുകൊണ്ട് അവിടുന്ന് വന്ന ഒരാൾക്ക് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരുപാട് ഹാർഡ് വർക്ക് എന്നൊന്നുമില്ല. ഒരുപാട് ചെയ്യുക ഇല്ല, അത് മാത്രം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോയാൽ മതി എന്നാണ് എനിക്ക് ഇപ്പൊ ഫീൽ ചെയ്തത്. ഒരു സ്മാർട്ട് ടീച്ചർ ആയാൽ മതി. നമ്മൾ ആ വീഡിയോയിലുള്ള എല്ലാ ടിപ്സും അത് തന്നെയാണ് നിയമത്തുന്നീസ ടീച്ചർ പറയുന്നത്. കംപ്ലീറ്റ് ആ ഒരു ടിപ്സ് നന്നായിട്ട് യൂസ്ഫുൾ ആയി അല്ലേ? അപ്പൊ ഇന്റർവ്യൂ ഞാൻ പറയട്ടെ. ഇന്റർവ്യൂവിൽ ഞാനിപ്പോ ഈ പറഞ്ഞ കോള് വന്നപ്പോ തുടങ്ങി ആ ഒരു വീഡിയോ ആണ് ഞാൻ വാച്ച് ചെയ്തത്. അത് വാച്ച് ചെയ്ത് അതങ്ങനെ പോയി, അത് മാത്രം മൈൻഡിൽ അത് ഇമാജിൻ ചെയ്ത് എന്ന് പറഞ്ഞ പോലെ അങ്ങനെ പോയി. അതങ്ങനെ പോസിറ്റീവായിട്ട് തന്നെ ഞാനാണ് വന്നു. അതിൽ യാതൊരു ഡിലേ വന്നിട്ടില്ല. മാഷാല്ലാ മാഷാല്ലാ. ഇനി അടുത്തൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോ ഇവിടെ CBSE സ്കൂളിനെക്കാളും സാലറി കൂടുതലാണോ കുറവാണോ അതോ സെയിം ആണോ? ഷുവർ ആയിട്ട് സെയിം ആവില്ല. സാലറി കൂടുതൽ തന്നെയാണ്. എത്ര റിയാലിറ്റി ഡിഫറൻസ് കിട്ടി? 1000 പ്ലസ് 1000 പ്ലസിന്റെ ഒരു ഡിഫറൻസ് കിട്ടി. അതും നല്ലതായി അല്ലെ? വർക്ക് ടൈമും പിന്നെ എന്റെ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ മാത്സ് ആണ്. കംപ്ലീറ്റ് മാത്സ് തന്നെ ഇവിടെ കിട്ടി എന്നുള്ളതാണ്. CBSEയിൽ ഏത് ക്ലാസ് ആയിരുന്നു പഠിപ്പിച്ചിരുന്നത്? ബ്രിട്ടീഷിൽ ഇപ്പൊ ഏത് ക്ലാസ് ആണ് പഠിപ്പിക്കുന്നത്? CBSEയിൽ 4th to 6th ആണ്. ഇവിടെ ഞാനിപ്പോ പഠിക്കുന്നത് 5 to 8. 5 to 8 ആണ് പഠിപ്പിക്കുന്നത് അല്ലെ? അതിലെ ടീച്ചിങ് മെത്തേഡ് CBSEയിൽ നിന്നും ഇത് ഡിഫറെന്റ് ആണ്? ഇപ്പൊ ചെറിയ ക്ലാസ്സിൽ ചോദിക്കുകയാണ്. ടീച്ചിങ് മെത്തേഡ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അവിടെ വരുന്നത് നമ്മളെ കുട്ടികൾ ഡിഫറെന്റ് ആണ്. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ അവിടെ ഇന്ത്യൻ ആണല്ലോ സ്റ്റുഡൻസ് ആവുക, ഇവിടെ ഇന്റർനാഷണൽ. അപ്പൊ അതിനനുസരിച്ച് അപ്പൊ ആ ടിപ്സ് ആണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഇവിടെ മാമിന്റെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കും എങ്ങനെ നമ്മൾ ഓരോട് അപ്രോച്ച് ചെയ്യണം. അത് മാത്രം കിട്ടിയാൽ മതി. ആ കുട്ടികളും നമ്മളെ ഒബേ ചെയ്യും, നമ്മളും അങ്ങോട്ട് നന്നായിട്ട് നമുക്ക് അവിടെ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ കാൽക്കുലേറ്റർ, ഇവിടെ കുട്ടികൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്യും. CBSEയിൽ കാൽക്കുലേറ്റർ ഇല്ല. ആ ഒരു നിങ്ങൾ മാത്ത് ടീച്ചേഴ്സിന് ആ ഒരു ഇതുണ്ട് അല്ലെ? ഇവിടുത്തെ കുട്ടികൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നില്ലേ? ഇവിടെ കാൽക്കുലേറ്റർ യൂസ് ചെയ്യും. ചില പേപ്പേഴ്സിന് ഇവർക്ക് കാൽക്കുലേറ്റർ ഉണ്ട്. അപ്പം അതും നമ്മൾ എന്താ പറയാ, കുട്ടികൾ ഓൾറെഡി ഓക്കെയാണ്. നമ്മൾ മാത്രം ആ കുട്ടികൾ ഓൾറെഡി ആ സിസ്റ്റത്തിലാണ്, നമ്മളാണ് ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പൊ ആ ചേഞ്ചസ് നമുക്ക് ഇവിടുന്ന് മാമിന്റെ ക്ലാസ്സിൽ നിന്ന് കംപ്ലീറ്റ് കിട്ടും. നമ്മൾ കുട്ടികളെ പോയി ഒരിക്കലും ചേഞ്ച് ചെയ്യണ്ട. അവരെന്താണ് ഓൾറെഡി ഒരു സിസ്റ്റത്തിലാണ്. നമ്മൾ മാത്രം അതിനുള്ള ചേഞ്ചസ് വരുത്തുക, നമ്മൾ പോകുക, നമ്മളിതെല്ലാം സ്മൂത്ത് ആയിട്ട് കിട്ടും. പിന്നെ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ ഭയങ്കര ഫ്ലുവൻസീവാണ്. നമ്മൾ മലയാളി ടീച്ചർമാർ പേടിച്ചിരിക്കുന്നത് ഇതിലാണ്. അത് ഭയങ്കര ഫ്ലുവൻ്റ് ആവണം. അത് നമ്മൾ പറയുന്നത് ഇവർ പറയുന്നത് നമുക്ക് മനസ്സിലായാൽ മതി. എന്താണ് നിങ്ങളുടെ ഒരു സ്കൂളിലെ ഒരു കാര്യം? പല സ്കൂളും പല പോലെയാണ്. നിങ്ങളുടെ സ്കൂളിൽ എങ്ങനെയാണ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ ഇതിന്ന് എനിക്ക് മനസ്സിലായത് എന്താന്ന് വെച്ചാല്
കുറെ കാര്യം നമ്മൾ ഇംഗ്ലീഷ് ഇല്ല എന്ന് പറഞ്ഞ് വീട്ടിലിരുന്നാൽ ഇംഗ്ലീഷ് ഉണ്ടാവില്ല. പിന്നെ കുറെ കാര്യങ്ങളിലൂടെ നമ്മൾ ഇങ്ങനെ എന്താ പറയാ ഹാർഡ്ഷിപ്പ് അതിലൂടെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് ഇംഗ്ലീഷ് ഓട്ടോമാറ്റിക് ആയിട്ട് അപ്പൊ നമുക്ക് തന്നെ മനസ്സിലാവും ഇത്ര ഇംഗ്ലീഷ് കിട്ടുമല്ലോ എന്നുള്ളതും. അതുവരെ നമുക്ക് ഇംഗ്ലീഷ് ഇല്ല എന്നുള്ളത് അപ്പൊ നമ്മൾ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ നോക്കണം കിട്ടുമോ. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഒരു ഇതിൽ പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുക. അല്ലാതെ നമ്മൾ പറയണത് കുട്ടികൾക്ക് മനസ്സിലായാലും കുട്ടികൾ ഓക്കെ, പിറ്റേന്ന് പിന്നെയും ഓക്കെയാണ്. നമ്മൾ അതൊരു ഹാബിറ്റ് ആയി പോകും. എല്ലാവർക്കും റെഡിയാ. നമ്മൾ വീട്ടിലിരുന്നാൽ എന്തായാലും നമുക്ക് ആ ഒരു ഇമ്പ്രൂവ്മെന്റ് വരില്ല. ഒരു സ്കൂളിൽ കയറിയാൽ പിന്നെ ഇങ്ങനെ അവിടെ നമ്മൾ എന്തായാലും മലയാളം സംസാരിക്കാൻ പറ്റൂല. അപ്പൊ നമ്മൾ തപ്പിപ്പിടിച്ചിട്ടാണെങ്കിൽ ഇംഗ്ലീഷ് പറഞ്ഞ് പിന്നെ പഠിപ്പിക്കാൻ നമ്മൾ മലയാളികൾക്കൊക്കെ കഴിയും. ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കാൻ പറ്റും അല്ലെ? അപ്പൊ അതിനെക്കുറിച്ച് ടെൻഷൻ ആവേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, ഇല്ല, ഇനി ഒരു ഇപ്പൊ ഇംഗ്ലീഷ് തന്നെയാണെങ്കിൽ നമ്മുടെ അല്ല, നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ എന്നിട്ട് നമ്മുടെ സ്കൂളിലെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ പോലെ അല്ലല്ലോ. ഇപ്പൊ വേറൊരു നാഷണാലിറ്റിയിൽ പോകുമ്പോൾ ഓരോ വേർഡ്സ് യൂസേജ് കംപ്ലീറ്റ് ഡിഫറെന്റ് ആണ്. നമ്മൾ എനിക്ക് ഇംഗ്ലീഷ് അറിയുമെന്ന് പറഞ്ഞ് പോയിട്ട് അതല്ല അവിടെ പറയാം, ഓരോ ഫ്രേസും കാര്യങ്ങളും. അപ്പൊ അതൊക്കെ നമുക്കൊരു ന്യൂ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും, നമുക്ക് യൂസ് ചെയ്യാം. കുറച്ച് സ്പീഡ് കുറച്ച് സംസാരിച്ചാൽ കുട്ടികൾക്ക് മനസ്സിലാവും. അതെ അതെ. പിന്നെ അപ്പൊ ഇപ്പൊ എനിക്ക് പറയാനുള്ളത്, ഒരു എന്താ കേരള ആയിട്ടുള്ള ടീച്ചർ CBSE വന്നു. എല്ലാവർക്കും നമുക്കൊരാഗ്രഹം ഉണ്ടാവും, ഒരു ബ്രിട്ടീഷ് അമേരിക്കൻ ടീച്ചർ എന്ന് പറയാൻ തന്നെ ഒരു പ്രൗഡാണ്. ഇപ്പൊ നിയമത്തിനീസൊക്കെ എന്ത് തോന്നുന്നു ആ ഒരു ബ്രിട്ടീഷ് സ്കൂളിലെ ഒരു ടീച്ചറായിട്ട് മോർണിംഗ് ഇറങ്ങുമ്പോ? അതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, വരുമ്പം എനിക്ക് അങ്ങനത്തെ ഇതൊന്നുമില്ല. ഏതെങ്കിലും ഒരു സ്കൂളിൽ അങ്ങനെ സ്കൂളിൽ പോവുക. പിന്നെ ഇവിടെ വരുമ്പോഴാണ് ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഇങ്ങനെ ഒരു സ്കൂൾ ഇവിടെ ഉണ്ട്, അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ, എനിക്ക് ഇവിടെ കയറാൻ പറ്റിയല്ലോ എന്നുള്ള ഒരു ഇത് വളരെ പ്രൗഡാണ്. വളരെ പ്രൗഡായിട്ടിരിക്കുന്നു, ഹാപ്പിയാണ്, അതെനിക്ക് കാണാൻ പറ്റും. അപ്പോ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് കുറെ പേര് ഇവിടെ വന്നിട്ട് വെറുതെ റൂമിൽ ഇരിക്കുന്നവരുണ്ട്. വരുമ്പോ ഒരുപാട് പേടി ഉണ്ടാകും അവർക്ക് അല്ലെ? അവരോട് എന്താണ് പറയാനുള്ളത്? ഒറ്റ ഇതില് വെറുതെ അവരിയ്ക്കണോ, അവരിപ്പൊ തന്നെ ഇറങ്ങണോ, എന്താണ്? ആസ് എ ടീച്ചർ ഇപ്പൊ ഒരു ബ്രിട്ടീഷിലും എത്തി, അവിടെ ഇപ്പൊ 1 വീക്ക് പഠിപ്പിച്ചപ്പോ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ മലയാളികളത് നമുക്കറിയാലോ എവിടെയായിരിക്കും അവർ നിൽക്കുന്നത്. നാട്ടിൽ നിന്ന് കയറി വരുന്നവരോട്, ഈ നാട്ടിൽ നിന്ന് കയറി വന്ന് വെറുതെ ഇരിക്കുന്നവരോടും അല്ലെങ്കിൽ ഇനി നോക്കുന്നവർക്ക് എന്താണ് പറയാനുള്ളത് അവരോട്? ഇതിപ്പോ നമ്മളൊരു സബ്ജക്റ്റിൽ സ്പെഷ്യലൈസ് ചെയ്ത് പിന്നെ ഇല്ലെങ്കിലും ഏത് സബ്ജക്റ്റിലാണ് ഏതിലാണ് നമ്മൾ ഇതെന്ന് വെച്ചാൽ അതിൽ നമുക്കൊരു എന്താ വെച്ചാൽ പ്രത്യേകിച്ച് ഒരു കഴിവുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പോകാം. അത് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഓരോരുത്തർക്കും ചെയ്യാം. പേടിച്ചിരിക്കേണ്ട പ്രത്യേകിച്ച് കാര്യമില്ല. അതിന്റെ കാര്യങ്ങളൊന്നുമില്ല. ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചാൽ അതെ. എല്ലാവർക്കും അല്ലെ? യെസ്, താങ്ക് യു സോ മച്ച് നിയമത്തിനിസ. അപ്പോ എനിക്ക് നമ്മുടെ ടീച്ചേഴ്സിനോട്, ഇത് കാണുന്നവരോട് പറയാന്, ഇപ്പൊ നിയമത്തിനിസ ടീച്ചർ നമ്മളെപ്പോലെ സാധാരണ അല്ലേ, നമ്മളെ നാട്ടിൽ നിന്ന് കയറി വന്നവരാണ്. അപ്പൊ എന്താണ്, ഇനി നിങ്ങൾക്ക് പേടിയില്ലല്ലോ. അപ്പൊ ചിലര് വിചാരിക്കും അയ്യോ അവർക്കൊക്കെ ഭയങ്കര ഇംഗ്ലീഷ് ഉണ്ടാകും, അല്ലെങ്കിൽ അവര് നമ്മളെ കളറ് നോക്കും, അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിങ് യെസ്, നമ്മൾ പ്രൊഫഷണൽ ഡ്രസ്സിങ് ആവണം, നല്ല പ്രസന്റബിൾ ആകണം. അല്ലാതെ നമ്മുടെ കളറ് നോക്കുന്നില്ല, നമ്മുടെ റിലീജിയൻ നോക്കുന്നില്ല. അവര് നോക്കുന്നത് അവർക്കൊരു ഡിഗ്രി വേണം. ഇവിടെ സൗദിയിൽ പഠിപ്പിക്കാൻ നമുക്ക് എന്തായാലും ഒരു ഡിഗ്രി വേണം. ആ ഡിഗ്രി പിന്നെ നിങ്ങളുടെ പെർഫോമൻസ് നോക്കിയിട്ടാണ് ബ്രിട്ടീഷ് അമേരിക്കനിലേക്കൊക്കെ പോകുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, പേടിച്ചിരിക്കുന്നവരോട് ഈ വീഡിയോ കണ്ടതിന് ശേഷം, ഇനിയും നമ്മുടെ യൂട്യൂബിൽ കുറേ ബ്രിട്ടീഷ് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞത് അതെല്ലാം മലയാളികളാണ്. അപ്പോൾ നിങ്ങൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുക, അതിന് വേണ്ട എന്തൊക്കെയാണോ അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. അപ്പോൾ ഇനിയിപ്പോൾ ബ്രിട്ടീഷ് കിട്ടിയില്ലെങ്കിലും നമ്മളൊരു CBSE ചെറിയ സ്കൂളിൽ കയറിയാലും നമുക്ക് നല്ലൊരു ജോബായില്ലേ? അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ പേടി മാറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ്.